ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എങ്ങനെ നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ നമ്മുടെ ബ്രൗസർ ജസ്റ്റ് ഒന്ന് എടുക്കാം. അതിൽ നമ്മുടെ h2fh നമ്മുടെ വെബ്സൈറ്റിന്റെ h2fh.pro നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് നമ്മുടെ പ്രൊഡക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്ട്സ് അല്ല, നമ്മുടെ പാർട്ട്നേഴ്സ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് നമ്മുടെ മെസ്സഞ്ചർ, ഡീസെൻട്രലൈസ്ഡ് മെസ്സഞ്ചർ ആയ 7i ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡിനുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇതിൽ നമുക്ക് iOS ആപ്പ്, ആൻഡ്രോയിഡിനുള്ളത്, മാക്OSനുള്ളത്, വിൻഡോസിനുള്ളത്, അങ്ങനെ പല പല ഡൗൺലോഡ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ iOS ആപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ ഇൻസ്റ്റാൾ ടെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് ആദ്യത്തെ. അത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ആപ്സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ 7i എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ എന്താ പറയാ, നമ്മുടെ ബ്രൗസർ തന്നെ എടുത്തിട്ട് ജോയിൻ 7i ബീറ്റ എന്നുള്ളത് ഞെക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഇതിലേക്ക് നമ്മൾ പോകുന്നതാണ്. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ 7i അതായത് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് മെസ്സഞ്ചർ നമുക്ക് ഓപ്പൺ ആവുന്നതാണ്. ജസ്റ്റ് അത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എന്താ പറയാ, അതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. സൈൻ ഇൻ ചെയ്യാനായിട്ട് നമുക്ക് സൈൻ ഇൻ മാനുവലി കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിന്റെ എന്താ പറയാ, നമുക്ക് നിമോണിക്സ്, നമ്മുടെ 12 നിമോണിക്സ് നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോ മറ്റോ നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് നിമോണിക്സ് കിട്ടുന്നതാണ്. നമ്മൾ ഈ നിമോണിക്സ് എഴുതി വെക്കുക, സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്, ഫുള്ളി എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോൺ നമ്പർ പോലെയല്ല നമ്മുടെ ഈ മെസ്സഞ്ചർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ന്യൂമോണിക്സ് കീ വെച്ചിട്ട് ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ വാലറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ മെസ്സഞ്ചർ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ 7i അക്കൗണ്ട് നമുക്ക് പിന്നെയും യൂസ് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ന്യൂമോണിക് കീ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഇത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിലോ മറ്റു ഫോണുകളിലോ അല്ലെങ്കിൽ വേറെ നമ്മുടെ കമ്പ്യൂട്ടറിലോ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ന്യൂമോണിക് കീ ഉപയോഗിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ അത് സൈൻ ഇൻ ചെയ്യാനോ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താ പറയാ, നമ്മുടെ ഈ ന്യൂമോണിക് കീ നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കുക, ഫോട്ടോ എടുത്ത് വെക്കുക, ഓർമ്മയിൽ വെക്കുക ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അഡ്രസ്സ് കാണുന്നതാണ് യുവർ ID. ഈ ID ആണ് നമ്മുടെ മെസ്സഞ്ചർ ID. അത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കാം. നോട്ടിഫിക്കേഷൻ ഓക്കെ കൊടുക്കാം. ലൈക്ക് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കാം. നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയാ മെസ്സഞ്ചറിന്റെ സെറ്റപ്പ്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചാറ്റ് അടിച്ചുകൊണ്ട് ഇൻവൈറ്റ് പീപ്പിളോ അല്ലെങ്കിൽ ജോയിൻ ബൈ അഡ്രസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ക്ലയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ സ്മിനേജ് എന്ന് സെർച്ച് ചെയ്യാണ്, SMINAGE സ്മിനേജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ID നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ സെൻഡ് ഇൻവൈറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് ചാറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ എന്താ പറയാ സ്നേസറായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ജസ്റ്റ് ഹായ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഹായ് അയക്കാൻ സാധിക്കും, മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. അത് അവിടെ നമ്മുടെ അയച്ച ആള് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ടിക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാനായാലും സാധിക്കുന്നതാണ്. ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയക്കാനായാലും എല്ലാത്തിനും നമുക്ക് സാധിക്കുന്നതാണ്.
ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ ചാറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് പോലെ തന്നെ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് വാട്സപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ അങ്ങനെ പോലെ നമുക്ക് എന്താ പറയാ ഏത് മെസ്സഞ്ചർ പോലെ തന്നെയും അല്ലെങ്കിൽ ബോട്ടിം പോലെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനായാലും പുറത്ത് നമ്മുടെ അബോർഡ് ഉള്ള ആൾക്കാരായിട്ട് വീഡിയോ കോൾ ചെയ്യാനായാലും ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് നമുക്ക് ഈ മെസ്സഞ്ചർ വെച്ച് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒരു വീഡിയോ കോൾ വരുന്നുണ്ട്, ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ജോയിൻ. ഓക്കെ, ഓഡിയോ ഒന്ന് കട്ടായി. നമ്മൾ വീഡിയോ കോൾ ആയതുകൊണ്ട് ഓഡിയോ കട്ടായതാണ്. അപ്പോൾ നമ്മളിവിടെ എലോ നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കോൾ കണക്റ്റ് ആവുന്നതാണ്. ഓക്കെ, വീഡിയോ കോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിലൂടെ സംസാരിക്കാനും കാര്യങ്ങൾക്കും ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഹൈലി സെക്യൂർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ്. വർത്തമാനം പറയാനും അബോർഡ് ഉള്ളവരായാലും നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾക്കും സാധിക്കുന്നതാണ്. ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയുക ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്